പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും BJP അധ്യക്ഷൻ JP നഡ്ഡയുടെയും ആശീർവാദത്തോടുകൂടിയാണ്, അവരുടെ അനുമതിയോടുകൂടിയാണ് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിലും തീരുമാനമെടുത്തത്. അതിനെതിരായി സംസാരിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെത്ര ഉന്നതരായാലും അവർ പാർട്ടിക്കകത്തുണ്ടാവില്ല. അല്ല, നമ്മളങ്ങനെ എന്തിനേലും ഉപയോഗപ്പെടുത്തുന്ന ഒരു ശൈലിയില്ല. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മതേതര കാഴ്ചപ്പാടിനോടൊപ്പം പരമാവധി ആളുകൾ വരണം, BJP വിടണം, RSS വിടണം. അത് ഏത് RSS നേതാവ് പാർട്ടി വിട്ടാലും അവർ ആ വർഗീയ ചേരിയിൽ നിന്ന് ഒരാൾ കുറഞ്ഞാൽ അത്രയും നല്ലത്. അതാണല്ലോ മതേതരത്വത്തിൻ്റെ വിജയം. അതിനെ സ്വാഗതം ചെയ്യും. പാലക്കാട് നഗരസഭാ ഭരണം BJPക്ക് കൈവിട്ടു പോകുന്ന മട്ടാണ്. പ്രശാന്ത് ശിവൻ പല കാരണങ്ങളിൽ ഒരു കാരണമാകുന്നേയുള്ളൂ. കാലങ്ങളായി C കൃഷ്ണകുമാറിനെതിരെയും K സുരേന്ദ്രനെതിരെയും പുകയുന്ന അമർഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പടിവാതിൽക്കൽ ഭരണം കൈവിടുന്ന അവസ്ഥയിലാക്കുന്നു പാലക്കാട് BJPയെ. അവസരം മുതലെടുത്ത് ഓപ്പറേഷൻ കൈപ്പത്തി പൂർവാധികം ശക്തമാണ്. മണിക്കൂർ ഇടവിട്ട് ചർച്ചകളെന്നാണ് കേൾവി. അത് പാലക്കാട്ടെ മാത്രം പ്രശ്നമല്ല. സുരേന്ദ്രൻ പക്ഷത്തിനെതിരെ പല ജില്ലകളിലും കലാപക്കൊടി ഉയരുന്നുണ്ട്. പാലക്കാട്ടെ ദയനീയ പരാജയത്തിന് തുടർച്ചയിൽ നേതൃത്വം തന്നെ BJPയെ പിന്നെയും പരാജയപ്പെടുത്തുകയാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. സന്ദീപ് വാര്യർ, ഷിഷാബ് പ്രസാദ്, മിഥുൻ വിജയകുമാർ, ശ്രീജിത് പണിക്കർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ സന്ദീപിലേക്ക് തന്നെ പോകുന്നു. സന്ദീപ് വാര്യർ, ഇവിടെ K സുരേന്ദ്രൻ പറയുന്നത് ഈ പാർട്ടിയെ പറ്റി BJPയെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം ചോദ്യം ആവർത്തിച്ചപ്പോൾ പരിഹാസത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയാമെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നുണ്ട് K സുരേന്ദ്രൻ. ഇപ്പോൾ ഏതാണ്ട് ഇതേ ഒക്കെയാണ് സന്ദീപ് വാര്യർ BJP ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള കാരണങ്ങളിലൊന്ന്. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമുണ്ടായി. അത് കഴിഞ്ഞ് ഇതേ പ്രമീള അടക്കമുള്ളവർ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ആവർത്തിച്ച് രംഗത്ത് വന്നതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ആളുകളൊക്കെ അന്നും രൂക്ഷ വിമർശനങ്ങൾ തുടർന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുരേന്ദ്രൻ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സമവായങ്ങളില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നമുണ്ടായിട്ടും K സുരേന്ദ്രൻ്റെ കടുംപിടുത്തം അത് BJP പറ്റി ആർക്കും മനസ്സിലാവാത്തത് കൊണ്ടാണോ സന്ദീപ്? ഹഷ്മി, ഞാൻ BJP വിടുന്ന സമയത്ത് എന്താണോ പറഞ്ഞത് ആ പറഞ്ഞതിനെ മുഴുവൻ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇന്ന് പുറത്തു വരുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ജനാധിപത്യ വിരുദ്ധ പാർട്ടിയാണ്. ഏകാധിപത്യപരമായിട്ടുള്ള സമീപനമാണ് അതിനകത്തുള്ളത്. വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ്. അതിനകത്ത് പരസ്പരം വിദ്വേഷത്താൽ പുകയുന്ന അന്തരീക്ഷമാണുള്ളത്. പുറത്തേക്ക് മാത്രമല്ല, അകത്തും വിദ്വേഷം പരസ്പരം വമിപ്പിക്കുന്ന രീതിയിലേക്കാണ് ആ പാർട്ടി മാറിയിട്ടുള്ളത്, അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ ശരിയാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. പാലക്കാട്ടിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞത് അത് മുഴുവൻ പാലക്കാട്ടെ ഞാൻ മാത്രമല്ല വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ മുഴുവൻ ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. മറ്റൊന്ന്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ. അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി അനാദികാലം തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി തുടരുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന BJP ഒരിക്കലും കേരളത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഭാവികമായിട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ അവിടെ തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുരേന്ദ്രൻ്റെ ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഭാഷ അതല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചില്ലാതാക്കും, അടിച്ചമർത്തും. ഞങ്ങൾ പറയുന്നങ്ങ് കേട്ടാൽ മതി എന്ന് പറയുന്ന ഭീഷണിയുടെ ഭാഷ കേട്ടിട്ട് ആരെങ്കിലുമൊക്കെ വായടച്ച് അടിമകളെ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയമുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ ഭയമില്ലാത്ത ഒരുപാട് മനുഷ്യർ അതിനകത്ത് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനാധിപത്യവാദികളായിട്ടുള്ള, ജനാധിപത്യം ആഗ്രഹിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ മതേതരമായിട്ടുള്ള നിലപാടോടുകൂടി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യരതിനകത്ത് ഇനിയും ബാക്കിയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ പുറത്തു വരാൻ തയ്യാറാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർ പുറത്തു വരട്ടെ. അങ്ങനെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായാൽ, അവർ നിലപാട് പ്രഖ്യാപിച്ചാൽ അപ്പം ഹലോ പറഞ്ഞോ കേൾക്കാം ഹലോ കേൾക്കാം സന്ദീപ്. ശരി സന്ദീപ്, അങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ച് BJP മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ച്
മതേതര ജനാധിപത്യ ചേരിയിലേക്ക് വരാൻ തയ്യാറായാൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറായാൽ, അത്തരം ഒരു സാഹചര്യം മുന്നോട്ട് വന്നാൽ അതിനനുസരിച്ചിട്ടുള്ള നിലപാടുകൾ സ്വാഭാവികമായിട്ടും സ്വീകരിക്കപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ സന്ദീപ് വാര്യർ, നിങ്ങൾ നിരന്തര ചർച്ചയിലാണെന്ന് അറിയാം. ഇപ്പോൾ നിങ്ങളത് സമ്മതിക്കുമെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ സന്ദീപ് വാര്യർ ഇവരുമായിട്ടുള്ള നിരന്തരം കോൺടാക്റ്റിലാണ്. കാര്യം അങ്ങയുടെ ഇപ്പോൾ ശിവരാജനൊക്കെ അങ്ങയുടെ വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്, സൗഹൃദമുള്ള ആൾക്കാരാണ്. അവരുമായി നിരന്തരം ചർച്ചയിലാണ്. ഇപ്പോൾ ഇനിയും പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ പറയുന്നത് നിഷേധിക്കുമായിരിക്കും. പക്ഷേ എൻ്റെ വളരെ വ്യക്തമായ ആധികാരികമായ അറിവ്, മിനിഞ്ഞാന്ന് വളരെ വിശദമായ ഒരു ചർച്ച നടന്നു. ഇന്നലെ ഒരു വിമത കൗൺസിലറുടെ വീട്ടിൽ ഒരു ചർച്ചയുണ്ടായി. നിരന്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാവട്ടെ, താങ്കളാവട്ടെ. ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ ഇപ്പം ഇന്നിതാ ആ പ്രതികരിക്കുന്ന പല കൗൺസിലർമാരും പറയുന്നത് BJP എന്ന അവർക്ക് സി കൃഷ്ണകുമാരോട് പ്രശ്നമുണ്ടാകാം, ഏകാധിപത്യത്തിൽ അല്ലെങ്കിൽ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമുണ്ടാകാം, പക്ഷേ അവർ BJP വിടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാവുമോ സന്ദീപ് വാര്യർ? ഹാഷ്മി, അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച ഒരു കാര്യം ശരിയാണ്. അവിടെ BJPയിലുള്ള നേരത്തെ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. ദീർഘകാലമായിട്ടുള്ള ബന്ധമാണല്ലോ, സ്വാഭാവികമായിട്ടും പല സുഹൃത്തുക്കളാണ്. അവരവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായി പറയുന്ന കാര്യം, ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ BJP വിടുന്ന സമയത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും അവരിപ്പോൾ ശരിവെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് 2 ദിവസമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള, അവർ പ്രയാസങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലുപരിയായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയും അവിടെ നടന്നിട്ടില്ല. അവർ നിലപാട് പ്രഖ്യാപിക്കേണ്ടത് അവരാണ്. അവർ നിലപാട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാത്രമേ അതിനനുസരിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അവിടെ എന്താണ് BJPക്കകത്ത്, അവിടെ സ്വാഭാവികമായിട്ടും അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ, അവർ ആ നിലപാടുകൾ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വം അക്കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.